അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം സമാധാനത്തിൻ്റെ മതം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നു. ഇസ്ലാം എന്ന പദം തന്നെ സമാധാനത്തെ സൂചിപ്പിക്കുന്നു. വിശ്വാസങ്ങളും കർമ്മങ്ങളും സ്വഭാവശീലങ്ങളും ചേർന്നാണ് ഇസ്ലാം. സ്വന്തത്തിനും അപരണം ഗുണമുണ്ടാക്കുന്ന ആദർശ ജീവിത വ്യവസ്ഥയാണത്. ഇസ്ലാം മനുഷ്യരെ സമാധാനവും സഹിഷ്ണുവുമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. വിശ്വാസം, കർമ്മം, പ്രായോഗിക ജീവിതം തുടങ്ങിയ എല്ലാ മേഖലയിലും അല്ലാഹുവിൽ മാത്രം കീഴൊതുങ്ങുക എന്നതാണ് ഇസ്ലാമിൻ്റെ പൂർണ്ണത. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറയുന്നു, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല. വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള അഭിവാദ്യം പോലും അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നതാണ്. ഇത് കേവലം ഒരു അഭിവാദ്യം മാത്രമല്ല, മറിച്ച് മറ്റൊരാളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതോടൊപ്പം സ്വന്തം ജീവിതത്തെ അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ടാണ്. അവൻ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവൻ വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ ലംഘിക്കാതിരിക്കുക എന്നത് ഇസ്ലാം മത വിശ്വാസിക്ക് നിർബന്ധമാണ്. സ്വന്തം ജീവിതത്തെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിർത്തുന്നതോടൊപ്പം തൻ്റെ സഹോദരനെ അതിനായി പ്രേരിപ്പിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങളുടെ നന്മക്കായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന സിദ്ധാന്തം അതിൻ്റെ ആദർശമാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ്. അവിടെ ജാതിയോ വർഗമോ വർണ്ണമോ ഭാഷയോ പാവപ്പെട്ടവനോ പണക്കാരനോ അടിമയോ ഉടമയോ എന്നുള്ള വ്യത്യാസങ്ങളില്ല. ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശൂബൻ വഖബായില ലിതഅറഫൂ. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വർഗീയതക്കോ വിഭാഗീയതക്കോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കോ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളതാണ്. പ്രവാചകനോട് ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവരെ ഭക്ഷിപ്പിക്കുക, നിനക്കറിയുന്നവരോടും അറിയാത്തവരോടും സമാധാനത്തിന്റെ അഭിവാദ്യം അർപ്പിക്കുക, വിശ്വസ്തത, സത്യസന്ധത, നീതി, കാരുണ്യം, നന്മ കൽപ്പിക്കുക എന്നീ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുന്നതും സന്തോഷം വരുമ്പോൾ അല്ലാഹുവിനോട് നന്ദി പറയുന്നതും ഒരു വിശ്വാസിയുടെ അടയാളമാണ്. അതാണ് ഇരുലോകത്തും നന്മ പ്രതിഫലമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അജബൽ അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലുഹു ഖൈറുൻ വലൈസ ദാലിക ലിഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബത്തുഹും സറാഉൻ ശകറ ഫകാന ഖൈറൻ ലഹു വ ഇൻ അസാബത്തുഹും ദറാഉൻ സബറ ഫകാന ഖൈറൻ ലഹു. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവൻ അല്ലാതെ ഇതൊരാൾക്കും സാധ്യമല്ല. എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ അവൻ നന്ദി പറയുന്നു. അത് കാരണം അവൻ ഒരു നന്മ പ്രതിഫലമാവുന്നു. വല്ല വിഷമവും ബാധിച്ചാൽ അവൻ ക്ഷമിക്കുന്നു. അതും അവൻ നന്മയാവുന്നു. ഇങ്ങനെ സമാധാനപരമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ കഴിയൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. അറിയുക, അല്ലാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമാവുന്നത്. യഥാർത്ഥ മുസ്ലിം ആവാനും അവൻ്റെ സ്വർഗത്തിൽ ഒന്നിച്ചു കൂടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.